എല്ലാവർക്കും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഈ മെറിറ്റിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD ഇറിഗേഷൻ അത് മാത്രമല്ല സബ് എഞ്ചിനീയർ ഈ കോഴ്സുകളിലേക്കുള്ള കോളംസ് ആൻഡ് ഫൂട്ടിങ്സിന്റെ PYQs ആണ് നമ്മളിത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ കോളംസ് ആൻഡ് ഫൂട്ടിങ്ങിന്റെ PYQസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻസ്. സോ ഈ ആദ്യം ഞാൻ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ AE എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. എനിവേ ആ ഏരിയാസ് ഒക്കെ നമുക്ക് കവർ ചെയ്ത് പോവാം. ദ മാക്സിമം എഫക്റ്റീവ് സ്ലെൻഡർനെസ് റേഷ്യോ for a member subjected to compressive force resulting only from combination of wind or earthquake actions such that the deformation of such members does not adversely affect stresses in any part of the structure is 300, 250, 180, 350. ആൻസർ അറിയാമെന്നുള്ളവരൊന്ന് ടെക്സ്റ്റ് ചെയ്യുക. The maximum effective slenderness ratio for a member subjected to compressive forces resulting only from combination of wind or earthquake actions such that the deformation of such member does not adversely affect stresses in any part of the structure is. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഇസ് 250. ഇതിന്റെ 250 എങ്ങനെയാണ് ആൻസർ ആയെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ആസ് പെർ IS 456 a member carrying load, compressive load, അതായത് maximum effective slenderness ratio KL/R. K എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. സോ K into L/R ratio, a member carrying compressive load resulting from dead loads or imposed loads, അതായത് the live load plus dead load, live load plus dead load എന്ന് പറയുന്നത് 180 ആണ്. അതുപോലെ തന്നെ wind load plus earthquake load, ഇതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. wind load plus earthquake load എന്ന് പറയുന്നത് 250 ആണ്. നിങ്ങൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട 2-3 ക്രൈറ്റീരിയകളാണുള്ളത്. ഒന്ന് ലൈവ് ലോഡ് പ്ലസ് ഡെഡ് ലോഡ് എന്നുള്ളത് 180 ആണ് അതിന്റെ ക്രൈറ്റീരിയ. മാക്സിമം എഫക്റ്റീവ് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻഡ് അടുത്തത് കംപ്രഷൻ ഫ്ലാഞ്ച് ഓഫ് എ ബീം അഗേൻസ്റ്റ് ലാറ്ററൽ ടോർഷണൽ ബക്ലിംഗ്, ഇത് 300. ഈ 3 വാല്യൂസ് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, കംപ്രഷൻ ഫ്ലാഞ്ച് ഓഫ് എ ബീം അഗേൻസ്റ്റ് ലാറ്ററൽ ടോർഷണൽ ബക്ലിംഗ്, ടോർഷണൽ ബക്ലിംഗിന് എതിരായിട്ടുള്ളതിന് 300 ആണ് ആൻസർ. നമ്മുടെ ആൻസർ എന്തായാലും 250 ആണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന്. ഓക്കെ, ആസ് പെർ ദി IS കോഡ്. അതുപോലെ തന്നെ എന്താണ് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്, നോർമൽ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ആണെങ്കിൽ 180. അതുപോലെ ടെൻഷൻ മെമ്പർ ഇൻ വിച്ച് റിവേഴ്സൽ ഡയറക്ട് സ്ട്രെസ് ഒക്കേഴ്സ് ഡ്യൂ ടു ലോഡ്സ് അതർ ദാൻ വിൻഡ് ഓർ സീസ്മിക് ലോഡ്സ്, വിൻഡും സീസ്മിക് ലോഡ് അതർ ദാൻ ആയിട്ടൊന്ന് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ അതും 180 ആണ് കേട്ടോ ആൻസർ. ഇനി ഇത് രണ്ടും മാത്രമേ വരുള്ളൂ എന്ന് പറയാനൊന്നും പറ്റത്തില്ല. ഈ ഏരിയ എന്നൊക്കെ വരുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 2 കൂടി നമുക്ക് നോക്കിയേക്കാം. മെമ്പർ നോർമലി ആക്ട്സ് ആസ് എ ടൈ ഇൻ എ റൂഫ് ട്രസ് or a bracing, ഇത് സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. A member normally act as a tie in a roof truss or a bracing system not considered effective when subject to possible reversal of stress in compression resulting from action of wind and or earthquake forces. ഇത് രണ്ടും earthquake ഫോഴ്സസിന് വിൻഡും പ്ലസ് earthquake ഫോഴ്സസിനെ ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ഇത് രണ്ടും അല്ല, ഇത് രണ്ടും. ഓക്കെ, ഇത് രണ്ടും സോ earthquake ഫോഴ്സിനെ കൺസിഡർ ചെയ്യണം. ഒന്ന് നമ്മുടെ നോർമൽ RCC കണ്ടീഷനിലും ഒരെണ്ണം വന്നിട്ട് സ്റ്റീലിന്റെ കണ്ടീഷനിലും ആണ് വരുന്നത്. ഇനി മെമ്പേഴ്സ് ഓൾവേസ് അണ്ടർ ടെൻഷൻ, അതായത് പ്രീ ടെൻഷൻഡ് മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റേഷ്യോ 400 ആയിരിക്കും. ഈ റേഷ്യോ കഴിഞ്ഞ LSGD എങ്ങാണ്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വന്നിട്ട് 250. അപ്പം ഈ ഏരിയയിൽ നിന്ന് സ്ഥിരമായിട്ട് ഇപ്പൊ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതിന്റെ ഇടയിൽ ഈ 180 എന്നുള്ള ക്വസ്റ്റ്യനും ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഈ സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ട് PYQ ആണ് ആക്ച്വലി. ഓക്കെ, ഇനി ചോദിക്കാൻ ബാക്കിയുള്ളത് ഈ 350 മാത്രമായിരിക്കും എന്നാ തോന്നുന്നത്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഒരുവിധം ചോദിച്ചിട്ടുണ്ട്. ഇനി ദ മിനിമം എഫക്റ്റീവ് ലെങ്ത് റേഷ്യോ, effective length by unsupported length to be considered for a sway column. ഒരു സ്വേ കോളത്തിന് എഫക്റ്റീവ് ലെങ്ത് റേഷ്യോ, അതായത് എഫക്റ്റീവ് ലെങ്ത് ബൈ അൺസപ്പോർട്ടഡ് ലെങ്ത് റേഷ്യോ എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ.
സോ ദ ആൻസർ വന്നിട്ട് അറിയാന്നുള്ളവർ ടെക്സ്റ്റ് ഇട്ടേ 1 ആണോ 1.2 ആണോ 1.4 ആണോ 2 ആണോ ആൻസർ അറിയാന്നുള്ളവരൊന്ന് ടെക്സ്റ്റ് ഇട്ടേ. ഇപ്പൊ ഈ കഴിഞ്ഞ ഈ എക്സാം എഴുതിയവർക്കൊക്കെ ഈ ക്വസ്റ്റ്യൻസ് നല്ല പരിചയമായിരിക്കും. 1, 1.2, 1.4, 2. ഗസ് വർക്ക് കിട്ടോ? കുഴപ്പമൊന്നുമില്ല, ഞാൻ മാത്രമല്ലേ കാണുന്നുള്ളൂ. ഓക്കെ, നമുക്ക് അറിയോ ഇല്ലയോ നമ്മൾ പഠിച്ചിട്ടുള്ളത് ആ ലെവൽ എത്രത്തോളം എത്തി നമുക്ക് അറിയാൻ പറ്റുമല്ലോ നമ്മൾ ഗസ് വർക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, സോ ദ ആൻസർ ഇസ് 1.2. സോ ഇൻ കേസ് ഓഫ് ദിസ് വൺ നമ്മളുടെ നോർമൽ ബ്രേസ്ഡ് മെമ്പേഴ്സ്, ഈ സ്വേ മെമ്പർ എന്താണെന്ന് അറിയാലോ അല്ലേ നിങ്ങൾക്ക്? ഐ തിങ്ക് യു നോ ഇറ്റ്. എനിവേ ഞാൻ പറയാം. സ്വേ മെമ്പർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇങ്ങനെ ഒരു കോളം മെമ്പർ ഉണ്ടാവും. ഈ കോളം മെമ്പറിന് നമ്മൾ ഇങ്ങനെ ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ദർ ആർ ചാൻസസ് ഫോർ ദ മെമ്പർ ടു സ്വേ ലൈക്ക് ദിസ്, അതായത് ഇങ്ങനെ ചരിഞ്ഞു പോകും തള്ളിയിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂഷ്വലി ബ്രേസിങ്സ് കൊടുക്കാറുണ്ട് മെമ്പേഴ്സിന്. ഇങ്ങനെ ബ്രേസിങ്സ് കൊടുക്കും ഇൻ ഓർഡർ ടു അവോയ്ഡ് സ്വേ. അപ്പൊ നോൺ സ്വേ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേസ്ഡ് മെമ്പേഴ്സ് ആണ്, അതായത് ബ്രേസിങ്സ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബ്രേസിങ്സ് ഒന്നും ഇല്ലാത്ത നോർമൽ മെമ്പേഴ്സിനെ നമ്മൾ സ്വേ മെമ്പേഴ്സ് എന്ന് പറയും. അപ്പൊ ഈ സ്വേ മെമ്പേഴ്സിൽ നോർമൽ കണ്ടീഷൻ എന്നേ ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ വേറെ കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇഫക്റ്റീവ് ലെങ്ത് ടു അൺസപ്പോർട്ടഡ് ലെങ്ത് റേഷ്യോ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, നോർമൽ ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1.2 ആണ് ടു ആൻസർ. ഇനി ഇത് എഫക്റ്റീവ് ലെങ്ത്തിന്റെ ഫാക്ടേഴ്സ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഈ സ്വേ മെമ്പേഴ്സിന്റെ നമ്മൾ നോർമൽ ആയിട്ടുള്ള ബ്രേസ്ഡ് മെമ്പേഴ്സിന്റെ ആണ് ഈ ഓയിലേഴ്സിന്റെ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇതേ കണ്ടീഷൻസ്. ഈ സ്വേ മെമ്പേഴ്സിന്റെ നമ്മൾ സ്പെസിഫൈ ചെയ്തൊന്ന് പഠിച്ചേക്കണം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഫോർ ദി ബോട്ടത്തിൽ വന്നിട്ട് നമ്മളുടെ ഫിക്സ്ഡ് ആണ്, ടോപ്പിൽ വന്നിട്ട് ഹിഞ്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ 1.2 ആണ്. ബോട്ടം പറയണ്ട, ഒരു എൻഡ് ഫിക്സ്ഡും ഒരു എൻഡ് ഫ്രീയും ആണെന്നുണ്ടെങ്കിൽ 2.2, ഒരു എൻഡ് ഹിഞ്ച്ഡ്, രണ്ട് എൻഡും ഹിഞ്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് 2.2 ആണ്. രണ്ടും 2.2 ആയിരിക്കും. ഫ്രീ ആണെങ്കിലും ഹിഞ്ച്ഡ് ആണെങ്കിലും 2.2, ഒരെണ്ണം ഫിക്സ്ഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.2. ഓക്കെ, ഇതും ഒന്ന് നോക്കി വെച്ചേരെ. ഓക്കെ, ആ വഴി കൂടെ പോയപ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഇനി ആ സൈഡിൽ നിന്ന് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി ഇത് ഇപ്പം ലേറ്റസ്റ്റ് കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണിത്. പക്ഷെ ആക്ച്വലി ഇതിന്റെ ആൻസർ എന്താന്നുള്ളത് നമുക്ക് കീ വന്നാലേ അറിയുള്ളൂ. ഐ മീൻ PSC എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത്. എനിവേ നമുക്ക് ഈ ക്വസ്റ്റൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. A column is of size 400 mm by 400 mm having 4 of 25 mm bars and 4 numbers of 12 mm bars. Okay, so ഒരു 400 by 400 mm ഒരു കോളം ഉണ്ട്. ഓക്കെ, അതില് 25 mm ബാർസ് ഉണ്ട്. 400 by 400 25 mm ബാർസും പിന്നെ 12 mm ബാർസ് ഉണ്ട്. ഞാൻ 12 mm ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്തു, ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തേ ഉള്ളൂ. ഓക്കെ, 12 mm ബാർസും ഉണ്ട്. സൈസ് ആൻഡ് സ്പേസിംഗ് ഓഫ് ലാറ്ററൽ ടൈസ് റെക്കമെൻഡഡ് ഇസ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അറിയാന്നുള്ളവരൊന്ന് ടെക്സ്റ്റ് ചെയ്തേ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തുള്ളവർ ടെക്സ്റ്റ് ചെയ്തോ. അറിയില്ലാത്തവർ നിങ്ങളിപ്പോൾ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്തോ. സോ നമ്മൾ ഇനി വരാൻ പോകുന്ന എക്സാംസിനും ഇതേ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇതേ ഏരിയയിൽ നിന്നൊക്കെ ചെന്ന് ചോദിക്കാം. ഓക്കെ, ദ ആൻസർ ഇസ് ആക്ച്വലി 8 mm at 190 mm സെന്റർ ടു സെന്റർ. ഇതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് അതിന്റെ ഡയമീറ്റർ ഫിക്സ് ചെയ്യാം. ഡയമീറ്റർ ഫിക്സ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്താന്ന് വെച്ചാൽ the diameter of the lateral ties വന്നിട്ട് should not be less than 1/4 diameter of the largest longitudinal bars പിന്നെ 6 mm കുറയാൻ പാടില്ല. ഓക്കെ, അപ്പം ഇതിന്റെ ഡയയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ഡയമീറ്ററിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് dia is equal to 1/4 the largest diameter. ഇപ്പൊ ഇത് ലാർജസ്റ്റ് ഡയമീറ്റർ എന്താണ്? ഇതിനകത്തില് 25 mm ആൻഡ് 6 mm എന്ന് എഴുതിയിട്ടുണ്ട്. ഇതില് it should not be less than 6 mm എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഈ ക്രൈറ്റീരിയ നോക്കാം. 25/4 നമുക്ക് 6.25 mm എന്ന് കിട്ടി. നമുക്ക് തന്നിരിക്കുന്ന ക്രൈറ്റീരിയ it should not be less than 6 mm എന്നാണ്. ഓക്കെ, 6.25 mm ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 6.25 mm തൊട്ട് 6 mm തൊട്ട് അടുത്ത സൈസ് ഏതാണ്? നമുക്ക് ബാർ ഉള്ളത് 8 mm ബാർ ആണ്. അപ്പൊ ബാറിന്റെ ഡയ ഫിക്സ് ആയി. ഇനി അടുത്തത് ഇതിന്റെ ബാക്കി കണ്ടീഷൻസ് ആണ് നോക്കേണ്ടത്. ബാക്കി കണ്ടീഷൻസ് നോക്കാം.
the least lateral dimension of the compression member. ഇതിന്റെ least lateral dimension എന്താണ്? ഇതൊരു 400 by 400 mm കോളമാണ്. അപ്പോൾ സ്ക്വയർ കോളം ആയതുകൊണ്ട് തന്നെ ഇത് 400 mm. Okay. ഇനി 16 times the smallest dia of the longitudinal bars. അതായത് 16 into സ്മോളസ്റ്റ് ഡയമീറ്റർ ഏതാണ് ഇതിനകത്തിലെ 12 mm അല്ലേ ലോഞ്ചിറ്റ്യൂഡിനൽ ബാറിൽ 4 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം 16 times of 12 നമുക്ക് 192 mm കിട്ടി. ആൻഡ് 300 mm. ഇതിന്റെ മിനിമം വാല്യൂ ആണ് എടുക്കേണ്ടത്, ലീസ്റ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. ഷുഡ് നോട്ട് ബി ഇറ്റ് ഷാൽ ബി നോട്ട് മോർ ദാൻ ദ ലീസ്റ്റ് ഓഫ് ദിസ് വൺ ആണ്. ഓക്കെ, ഇതിനേക്കാളും കൂടാൻ പാടില്ല. അപ്പൊ 192 mm ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലീസ്റ്റ് വാല്യൂ എന്ന് പറയണേ. നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ട് 8 mm at 190 mm സെന്റർ ടു സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത് ഈ 48 ഡയ എന്ന് പറഞ്ഞിട്ട് ചില ബുക്സിൽ കൊടുത്തിരുന്നു. ഇനി അത് ആൻസർ ആയിട്ട് വരുമോ എന്നുള്ളതാണ്. 48 ഡയമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് the longitudinal bars spaced at a maximum distance of 48 times the diameter of the tie എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ പ്ലേസ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി പ്ലേസ് അറ്റ് എ മാക്സിമം ഓഫ്, അതായത് നോട്ട് ലെസ് ദാൻ 48 times the diameter of the ടൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് സ്പേസിംഗ് ഓഫ് ദ ടൈ ആയിട്ട് ബന്ധമില്ല. ഓക്കെ, ഇത് ലോഞ്ചിറ്റ്യൂണൽ ബാറിന്റെ ഡയമീറ്റർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതായത് ചില ആൾക്കാർ ഈ കണ്ടീഷൻ എടുത്തിട്ട് നമ്മുടെ 300 mm ആണ് ആൻസർ എന്ന് പറയണ്ടായിരുന്നു. സോ നമുക്ക് കീ വരുമ്പോൾ അറിയാം ആൻസർ. ഓക്കെ, സോ ഇങ്ങനെയാണ് ക്രൈറ്റീരിയകൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, the two-way shear stress in case of a square isolated footing having a size of side A and supporting a square column having side B and effective depth of D and uniform soil pressure S. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന് ആൻസർ അറിയാന്നുള്ളവരൊന്ന് ടെക്സ്റ്റ് ഇട്ടെ. ആൻസർ A, B, C, D ആണോ? ആൻസേഴ്സ് അറിയാന്നുള്ളവർ ഇട്ടോളൂ. A ആണോ, B ആണോ, C ആണോ, D ആണോ? Okay, so the answer is S into A square minus B plus D the whole square divided by 4 B plus D into D എന്നാണ്. ഓക്കെ, ഇതെങ്ങനെ വന്നേന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. സി, നമ്മളുടെ ഓക്കെ, സോ നമ്മളുടെ ടു വേ ഷിയറിന്റെ പ്രത്യേകത എന്താ? ടു വേ ഷിയറിന് ഓക്കെ, ഒരു കോളത്തിന്റെ ഞാൻ ഒരു കോളം ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് വരയ്ക്കുവാണ്. സോ ഈ ഐസൊലേറ്റഡ് ഫൂട്ടിംഗിൽ ടു വേ ഷിയർ ഞാൻ നേരത്തെ ക്ലാസ്സിൽ എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് d/2 ഫ്രം ദി സെന്റർ. ഓക്കെ, കോളത്തിന്റെ സെന്ററിൽ നിന്ന് d/2 ഡിസ്റ്റൻസിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോ ഒരു കോളമൊക്കെയൊക്കെ സങ്കല്പിച്ചോളൂ. ഓക്കെ, ഏകദേശം വന്നു. ഓക്കെ, ഇത് ഏകദേശം ഓക്കെ, ഇത് d/2, ഇതും d/2. സോ ഈ ഡിസ്റ്റൻസ് മൊത്തത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്, ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ദ സപ്പോർട്ടിംഗ് കോളം ഓഫ് സൈഡ് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കോളത്തിൻ്റെത് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സൈസ് ഓഫ് ദ കോളം ബി പ്ലസ് d/2 d/2 ബി പ്ലസ് ഡി ആണ്. അപ്പൊ അതിന്റെ ആക്ടിങ് ഏരിയ ബി പ്ലസ് ഡി ആന്ന് കിട്ടി. ഇനി ഓക്കെ, അവിടെ നിൽക്കട്ടെ അത്. Now the S into A square minus B plus D the whole square. So shear stress എന്നല്ല, factored shear force എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ factored shear force is equal to equation നമുക്ക് കൊടുത്തിരിക്കുന്നത് QU എന്നാണ് റെപ്രസെന്റ് ചെയ്യാറ്. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടോ അങ്ങനെ പഠിക്കാൻ QU എന്നാണ് നമ്മൾ യൂഷ്വലി പഠിച്ചിട്ടുണ്ടാവുക. അതിലായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവുക. B square minus C plus D the whole square. ഇതാണ് ഷിയർ ഫോഴ്സ്. ഫോഴ്സ് ബൈ ഏരിയ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ QUന് പകരം S കൊടുത്തു. B എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. സോ ആ ബിക്ക് പകരം A ആണ് ഇവിടെ വരിക. A സ്ക്വയർ മൈനസ് C എന്ന് പറയുന്നത് B ആണ് ഇവിടെ, B പ്ലസ് D the whole square. ഇനി stress is equal to force by area, that is equal to S into A square minus B plus D the whole square divided by 4 into B plus D into D എന്ന് വന്നു. ഓക്കെ, ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഇതിന്റെ സംഭവം. ഓക്കെ, സോ ഇത് ഈ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ദ റേഞ്ച് ഓഫ്
cross-sectional area for longitudinal reinforcement in reinforced concrete column. കോളത്തിന്റെ റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്, അതായത് മാക്സിമം മിനിമം വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സോ ഇതിന്റെ ആൻസേഴ്സ് അറിയാന്നുള്ളവരൊന്ന് ടെക്സ്റ്റ് ഇട്ടേ. 0.8 to 6% of gross area, 0.8 to 6% of individual cross-sectional area of the base, 0.5 to 6% of cross-sectional area of the column, 0.5 to 6% of individual cross-sectional area of the base. Okay. ഇതിൽ ഏതാണ് ആൻസർ? ആൻസർ അറിയാന്നുള്ളവർ ടെക്സ്റ്റ് ഇട്ടോളൂ. Okay, the answer is 0.8 to 6% of gross cross-sectional area of the column. അപ്പോൾ ഗ്രോസ് ക്രോസ് സെക്ഷണൽ ഏരിയ, അപ്പം നമ്മുടെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0.8% ഓഫ് ഗ്രോസ് area, cross-sectional area of the column. Maximum value of the steel in a column, area of the steel in a column is 6% of AG ആണ്. ഇതൊരിക്കലും മറക്കരുത് കേട്ടോ, ഇതിനെ ബേസ് ചെയ്ത് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. Next, the maximum compression strain in concrete in axial compression is taken as. The maximum compression strain in concrete in axial compression is taken as 0.002, 0.5, 0.005, 0.2. The maximum compression strain in concrete in axial compression is taken as. ആൻസർ അറിയാന്നുള്ളവരൊന്ന് ടെക്സ്റ്റ് ഇട്ടോളൂ. So the answer is 0.002. Okay, compression strain ആണ് ചോദിച്ചിരിക്കുന്നത്. Next question. A column is said to be long column if its length is more than dash times the least lateral dimension. A column is said to be long column if its length is dash more than the length is more than dash times the least lateral dimension. അറിയാന്നുള്ളവരൊന്ന് ടെക്സ്റ്റ് ഇട്ടേ. 15, 30, 45, 60. ആൻസർ അറിയാന്നുള്ളവർ ഇട്ടോളൂ. 15, 30, 45 and 60. ആൻസർ ഇസ് 30. ഓക്കെ, ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. നമ്മൾക്ക് ഷോർട്ട് കോളം ലോങ് കോളം എന്താന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി 12 ആണ് കേട്ടോ, 15 അല്ല, ഇവിടെ 12. ഓക്കെ, ചില ബുക്സിൽ മാറിയിട്ടുണ്ടാവും. നൗ when the length of the column is more, നമ്മളുടെ LE by D, effective length by least lateral dimension ആണ് കേട്ടോ D. അത് greater than 12 ആണെന്നുണ്ടെങ്കിൽ അത് ലോങ് കോളം, ഇത് ലെസ് ദാൻ 12 ആണെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് കോളം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത്. ഓക്കെ, ഇനി ലാംഡ എന്ന് പറയുന്നത് ലാംഡ ഇസ് ഈക്വൽ ടു ദ L effective ഡിവൈഡഡ് ബൈ ദി മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, അതാണ് ലാംഡ ബൈ ആർ. ആർ എന്ന് ഇടാറുണ്ട് ചിലവർ കെ എന്ന് ഇടും. L by R എന്നോ L by K എന്നോ എങ്ങനെ വേണമെങ്കിലും എഴുതിക്കോ. ഓക്കെ, ദാറ്റ് ഇസ് ലെസ് ദാൻ 50. ചില ബുക്സിൽ വന്നിട്ട് ലെസ് ദാൻ 45 കൊടുത്തിട്ടുണ്ട് കേട്ടോ, 45. സോ 50 എന്ന് പറയുന്നത് ലെസ് ദാൻ 50 ആണെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് കോളം, ഗ്രേറ്റർ ദാൻ 50 ആണെന്നുണ്ടെങ്കിൽ അത് ലോങ് കോളം. അപ്പം ഇതാണ് നമ്മളുടെ ക്രൈറ്റീരിയ കിടക്കുന്നത്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് 30 ടൈംസ് എത്രയാണ് ടൈംസ് ആണ് ചോദിക്കുന്നത്. ദ ലോങ് കോളം ഹാവിംഗ് എ സ്ലെൻഡർനെസ് റേഷ്യോ മോർ ദാൻ 120 ഓർ ലെങ്ത് ടു ഡയമീറ്റർ റേഷ്യോ മോർ ദാൻ 30. സോ ലോങ് കോളത്തിന്റെ പ്രത്യേകത അതിന്റെ സ്ലെൻഡർനെസ് റേഷ്യോ ഇസ് മോർ ദാൻ 120 ഓർ ലെങ്ത് ബൈ ഡയമീറ്റർ റേഷ്യോ ഇസ് മോർ ദാൻ 30. സോ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വന്നിട്ട് ദ കോളം ഇസ് സെഡ് ടു ബി ലോങ് കോളം ഇഫ് ഇറ്റ്സ് ലെങ്ത് ഇസ് മോർ ദാൻ ഡാഷ് ടൈംസ് ദി ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്നാണ്. അപ്പോൾ ഇറ്റ് ഇസ് 30 ടൈംസ് ദി ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. ഓക്കെ, നൗ ഷോർട്ട് കോളം, ഇപ്പൊ ഈ ലോങ് കോളം പറഞ്ഞതുകൊണ്ട് ഞാൻ ഷോർട്ട് കോളത്തിനെ കുറിച്ച് പറയുകയാണ്. ഷോർട്ട് കോളംസ് ആർ ദോസ് വിത്ത് സ്ലെൻഡർനെസ് റേഷ്യോ ലെസ് ദാൻ 32 ഓർ ലെങ്ത് ടു ഡയമീറ്റർ റേഷ്യോ ലെസ് ദാൻ 8. ഓക്കെ, ലെങ്ത് ടു ഡയ റേഷ്യോ ലെസ് ദാൻ 8 എന്നുള്ളതാണ് ഷോർട്ട് കോളം. ആൻഡ് ഓൾസോ സ്ലെൻഡർനെസ് റേഷ്യോ ലെസ് ദാൻ 32
2. Okay, less than 32 എന്ന് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ. And also the long columns have a slenderness ratio more than 120 or length diameter ratio L by dia ratio less than 30. Okay, ഇതുകൊണ്ടാണ് 30 times എന്ന് പറഞ്ഞത്. Now, minimum eccentricity in column does not exceed 0.005 times the lateral dimension. The axial load carrying capacity is reduced by dash 9%, 11%, 14%, 15%. The minimum eccentricity in columns does not exceed 0.05 times the lateral dimension. The axial load carrying capacity is reduced by 9, 11, 14 and 15. Answer അറിയാന്നുള്ളവർ ഇട്ടോളൂ. 9, 11, 14 and 15. The answer is 11%. As per IS 456, all columns, the E minimum is less than or equal to 0.05 into least lateral dimension എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്, അതിൻ്റെ ഒരു ഇക്വേഷൻ. അതായത് E minimum is equal to the unsupported length of the column by 500. അതായത് L, simply L effective അല്ല കേട്ടോ, L divided by 500 plus lateral dimension by 30. lateral dimension എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബി എന്ന് ഞാൻ എടുത്തു. ഓക്കെ, lateral dimension L into B ഒരു കോളം ആണെന്നുണ്ടെങ്കിൽ ഒരു റെക്ടാംഗിൾ കോളോ സ്ക്വയർ കോളോ എന്താണെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ B by 30 subjected to a minimum of 20 mm. ഇത് വന്നിട്ട് മിനിമം വന്നിട്ട് 20 mm വേണം. അതായത് ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 20 mm എന്നാണ്. ഓക്കെ, അതായത് എക്സെൻട്രിസിറ്റി എന്നുള്ളത്. ഓക്കെ, സോ ഇതാണ് കണ്ടീഷൻ. സോ 11% ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് മിനിമം എക്സെൻട്രിസിറ്റി ഇൻ കോളം ഡസ് നോട്ട് എക്സീഡ് 0.05 ടൈംസ് ദി ലാറ്ററൽ ഡയമെൻഷൻ. ദ ആക്സിയൽ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഇസ് റെഡ്യൂസ്ഡ് ബൈ 11%. ഓക്കെ, സോ ഈ കണ്ടീഷൻസ് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ആൻഡ് ഈ മിനിമത്തിന്റെ വാല്യൂ, ഈ മിനിമം ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.05 into least lateral dimension. ഓക്കെ, ഇതിന്റെ ക്രൈറ്റീരിയാസ് ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇതിനെ ബേസ് ചെയ്ത് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. Now, next question. The minimum eccentricity to be considered for an axially loaded RCC column of size 400 by 400 with unsupported length 5 meter. സോ ഇതിനകത്തിൽ പറഞ്ഞു, നമ്മൾ നേരത്തെ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ആ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. നമ്മൾ ആ ഫോമിലെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അറിയാന്നുള്ളവരൊന്ന് ടെക്സ്റ്റ് ചെയ്യുക. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടിട്ടുള്ളൂ. The minimum eccentricity to be considered for an axially loaded RCC column of size 400 mm by 400 with unsupported length 5 meter. ഇതൊരു സ്ക്വയർ കോളാണ് തന്നിരിക്കുന്നത്. unsupported length 5 meter. അറിയാന്നുള്ളവരൊന്നിട്ടെ. So the answer is 23.3 mm ആണ്. ഇതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു ഇപ്പോൾ കുറച്ചു നേരം മുമ്പ് ഈ മിനിമത്തിന്റെ ഫോർമുല. ഈ മിനിമം ഇസ് ഈക്വൽ ടു L by 500 പ്ലസ് B by 50 ആണ്. ഓക്കെ, നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇതൊരു സ്ക്വയർ കോളം ആണ് ഓഫ് 400 mm ആണ്. 400 mm. ഓക്കെ, 400 mm ആണ് സൈസ്. അതിന്റെ ലെങ്ത് L ഇസ് ഈക്വൽ ടു 5 മീറ്റർ ആണ്. 5 മീറ്ററിനെ നമ്മൾ MM കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ, പക്ഷെ ഒരേ യൂണിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, സോ 5 into 1000 that's equal to 5000 mm. Okay, 5000 mm. And E minimum is equal to L is 5000 divided by 500 plus B എന്ന് പറയുന്നത് 400 ആണ് ഡിവൈഡഡ് ബൈ 50. ഓക്കെ, സോ ഇതിൽ ക്യാൻസൽ ചെയ്യാലോ നമുക്കിവിടെ. 100 ക്യാൻസൽ ആയി, 50 പ്ലസ് ക്യാൻസൽ ആയി, 40 ബൈ 15 ഇത് പോയിട്ട് 10 ആയി. സോറി,
10 ആട്ടോ. സോറി, ഇത് 30 ആണല്ലേ. ഞാൻ ഫോമിൽ അവിടെ എഴുതിയപ്പോൾ കറക്റ്റ് 15 എഴുതി, 30 എഴുതി വെച്ചു. ഇവിടെ എഴുതിയപ്പോൾ 50 ആയിപ്പോയി. ഓക്കെ, 30 ആണ്. തെറ്റല്ല ഇനി. ഞാൻ തെറ്റിച്ചു, ഇനി തെറ്റരുത്, നിങ്ങൾ തെറ്റിക്കരുത്. ഓക്കെ, 30 mm. സോ ഇത് കട്ട് ചെയ്യുമ്പം 10 കിട്ടി ഇവിടെ. ആൻഡ് 40/3 നമുക്ക് 13.3 വരും ഏകദേശം. സോ യുവർ ആൻസർ ഇസ് 23.33 mm എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് L/500 പ്ലസ് B/30 കേട്ടോ. സോ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ കണ്ടതാണ്. സ്റ്റേറ്റ്മെന്റ് നേരത്തെ പ്രീവിയസ് ഇതിനകത്ത് കണ്ടതാണ്. ഓൾ കോളംസിന്റെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഈ ക്വസ്റ്റ്യന് ഇതേപോലെ തന്നെ ബീമിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ഈ എക്സാമിനാണ് ചോദിച്ചത്. A short RCC column is designed assuming maximum permissible axial compressive stress in concrete and steel as a short column design ചെയ്യുന്നതിന് maximum permissible axial compressive stress in concrete ഉം സ്റ്റീലും 0.4 FCK and 0.67 FY respectively, 0.446 FCK and 0.87 FY, 0.67 FCK and 0.67 FY, and 0.446 FCK and 0.67 FY respectively. Okay, answer അറിയാന്നുള്ളവർ ഇട്ടോളൂ. So the answer is 0.4 FCK and 0.67 FY. Okay, നമുക്ക് അറിയാന്നുള്ളതാണ് permissible axial compressive stress മൂന്നാല് കണ്ടീഷൻസ് ഉണ്ടല്ലോ. ഒരു ഫസ്റ്റ് കണ്ടീഷൻ വന്നിട്ട് വെൻ ഇ ഈസ് ഈക്വൽ ടു 0, ഈ 0 ആയിരിക്കുന്ന കണ്ടീഷനിൽ കംപ്രസീവ് സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് is equal to 0.4 FCK. The same thing in steel. Okay, steel it is 0.75 into FY when E is equal to 0 ട്ടോ. ഇപ്പം ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വന്നിട്ട് ഡിസൈൻഡ് അസ്യൂമിങ് മാക്സിമം പെർമിസിബിൾ ആക്സിയൽ കംപ്രസീവ് സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ എന്നാണ്. ഷോർട്ട് കോളത്തിൽ നമ്മൾ എപ്പോഴും ഈ മിനിമം ഈസ് ഈക്വൽ ടു 0 കൺസിഡർ ചെയ്യണം. ഇതിനകത്ത് വന്നിട്ട് ഈ മിനിമം കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ ഈ മിനിമം കൺസിഡർ when considered permissible strains, permissible strain in concrete is equal to 0.4 FCK തന്നെയാണ്. പക്ഷേ സ്റ്റീലിൻ്റേത് is equal to 0.67 into FY എന്ന് വരും. ഓക്കെ, 0.67 into FY എന്ന് വരും. ഓക്കെ, വെൻ ഈ മിനിമം ഇസ് കൺസിഡേർഡ്. ഇനി ഇപ്പം ഇത് പറഞ്ഞു പോയത് കൊണ്ട് ഇനി കേസ് ഓഫ് നമ്മളുടെ ബീംസിൽ, ഓക്കെ, RCC ബീമില് when it is subjected to, ബീമിലാവുമ്പോൾ subjected to bending ഉണ്ട്, പിന്നെ ഷിയർ ഉണ്ടാവും, ടോർഷൻ ഇതേ പെർമിസിബിൾ സ്ട്രെയിൻ ആണ്. പെർമിസിബിൾ അല്ലെങ്കിൽ ഡിസൈൻ സ്ട്രെങ്ത് ഇടാം. ഓക്കെ, ഡിസൈൻ strength of concrete in flexure is equal to 0.45 into FCK. ഇത് ബീമിന്റെ കേസാണ്, നമ്മൾക്കായിട്ട് ബന്ധമൊന്നുമില്ല ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കായിട്ട്. പക്ഷെ ഇത് വഴിക്ക് പോയപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. is 0.87 into FY.
ഓക്കെ 0.45 FCKയും 0.87 ഇൻറ്റു FY. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കിട്ടിയല്ലോ. അതായത് കോളത്തിന്റെ കേസിൽ വെൻ ഈസ് ഈക്വൾ ടു 0 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റിന്റെ 0.4 സ്റ്റീലിന്റെ 0.7 FY ആണ്. ഇനി ഈ മിനിമം ഉണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ ഈ മിനിമം കൺസിഡേർഡ് ആണ്. സോ വെറുതെ മാക്സിമം പെർമിസിബിൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മിനിമം കൺസിഡേർഡ് ആണ്. ഇല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറയും ഈസ് ഈക്വൾ ടു 0 എന്ന്. ഓക്കെ, നൗ പെർമിസിബിൾ സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് 0.4 തന്നെയാണ്, പക്ഷെ സ്റ്റീലിന്റെ ഇത് 0.67 ആണ്. ഇനി RCC ബീമിന്റെ കേസിലാണെന്ന് വെച്ചാൽ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇൻ ഫ്ലെക്ചർ 0.45 FCK ആൻഡ് സ്റ്റീലിന്റേത് 0.87 FY. ഓക്കെ, അപ്പൊ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദ മാക്സിമം സ്പേസിംഗ് ഓഫ് സ്പൈറൽ ടൈപ്പ്. ലാസ്റ്റ് ഏത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മളുടെ എന്താണ് ലാറ്ററൽ ടൈസിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ നമുക്ക് സ്പൈറൽ ടൈനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നടക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ട് സ്പൈറൽ ടൈസിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ദ മാക്സിമം സ്പേസിംഗ് ഓഫ് സ്പൈറൽ ടൈ ഇൻ mm 75, 200, 300 and 450. ആൻസർ അറിയാന്നുള്ളവർ ഇട്ടോളൂ. 75, 200, 300 and 450. So the answer is 75 mm. ഇതിന്റെ കണ്ടീഷൻ ഫോർ എ ലാറ്ററൽ ടൈ എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഫോർ എ ലാറ്ററൽ ടൈ ദ പിച്ച് എന്നാണ് സ്പേസിങ്ങിന് പറയുന്നത്. ലാറ്ററൽ ഡയമെൻഷൻ ഐ മീൻ ഫോർ എ സ്പൈറലിന്. ഓക്കെ, ദ പിച്ച് ഇസ് ആക്ച്വലി കോർ ഡയ ബൈ 6 or 75 mm. ഇതിലെ മിനിമം വാല്യൂ എടുക്കണം. ഓക്കെ, സോ പിച്ച് ഇസ് ഈക്വൽ ടു കോർ ഡയ ബൈ 6 അല്ലെങ്കിൽ 75 mm. ഇതിലെ മിനിമം വാല്യൂ എടുക്കണം. അപ്പൊ ഇതിനകത്തില് മാക്സിമം സ്പേസിംഗ് ഓഫ് ദ സ്പൈറൽ ടൈ വന്നിട്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. കോറിന്റെ ഡയമീറ്ററും തന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് അതിന്റെ 675 mm മിനിമം ഡയമീറ്റർ തന്നെ എടുക്കാം. മാക്സിമം സ്പേസിംഗ് 75 mm ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, the minimum area of longitudinal reinforcement in a RCC column of size 200 by 400 shall not be less than. The minimum area of longitudinal reinforcement in a RCC column of size 200 by 400 shall not be less than 800, 640, 350, 1200. ആൻസർ അറിയാന്നുള്ളവർ ഇട്ടോളൂ. So the answer is 640 ആണ്. നമുക്ക് അറിയാന്നുള്ളതാണ് മിനിമം ഏരിയ ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ളത് 0.8% ഓഫ് ഗ്രോസ് ഏരിയ എന്നാണ്. സോ ഇറ്റ് ഇസ് 0.8 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ഏരിയ ഓഫ് ദ കോളം എന്ന് പറയുന്നത് 200 ഇൻറ്റു 400. ഓക്കെ, സോ വി വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ലൈക്ക് ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 640 mm സ്ക്വയറിന് കിട്ടും. Okay, so ഇതാണ് നമ്മളുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിഡക്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് എ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കോളം വിത്ത് ആൻ എഫക്റ്റീവ് ലെങ്ത് ഓഫ് 4.5 meter and size 200 by 250 mm is. The reduction coefficient of a reinforced concrete column with an effective length of 4.5 meters and size 200 by 250 mm is. The reduction coefficient of a reinforced concrete column with an effective length of 4.5 meters and size 200 by 250 mm. ഓക്കെ, ഇതിന്റെ ആൻസർ വന്നിട്ട് 0.78 ആണ്. ഇതെങ്ങനെ കിട്ടിയെന്ന് പറയാം. നമ്മൾ റിഡക്ഷൻ കോഎഫിഷ്യന്റ് അപ്ലൈ ചെയ്യുന്നത് പൊതുവെ ലോങ് കോളപ്സിനാണ്. അതായത് ലോങ് കോളത്തിന് വന്നിട്ട് നമ്മൾ തിയോറിറ്റിക്കലായിട്ട് കിട്ടുന്ന വാല്യൂവിൽ നിന്നും പ്രാക്ടിക്കലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന വാല്യൂസ് വളരെ കുറവായിരിക്കും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു റിഡക്ഷൻ കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ റിഡക്ഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല CR is equal to 1.25 L effective divided by 48 into D or B, whichever is the least dimension ആണ് കേട്ടോ. D അല്ലെങ്കിൽ B, whichever is the least dimension ആണ് നമ്മൾ എടുക്കേണ്ടത്. So
ഇതിനകത്തിൽ ഇപ്പോൾ നമ്മളുടെ ലീസ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് 200 ആണ്. ഓക്കെ, സോ 1.25 ഇൻറ്റു എൽ എഫക്റ്റീവ് തന്നിട്ടുണ്ട് 4.5. പക്ഷെ ഇത് എം ഇത് മീറ്ററും ആണ്. അപ്പൊ കൺവേർട്ട് ചെയ്യണം കേട്ടോ, എം അല്ല മീറ്ററിലേക്ക്, എങ്ങനെയാന്ന് വെച്ചാൽ. ഓക്കെ, സോ ഞാനിപ്പോൾ ഇത് എം കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ 4.5 ഇൻറ്റു 1000 വന്നിട്ട് 4500 എന്ന് വന്നു. ഓക്കെ, 4500 divided by 48 into 200. ഓക്കെ, ലീസ്റ്റ് ഡയമെൻഷൻ ആണ് കേട്ടോ എടുക്കേണ്ടത്. ഡി ഓർ ബി എന്ന് എഴുതിയത് അതുകൊണ്ടാണ്. സോ 1.25 ഇൻറ്റു 4500 by 48 into 200. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ 0.78 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, 0.78 എന്ന് കിട്ടും. സോ റിഡക്ഷൻ കോഎഫിഷ്യന്റിന്റെ ക്വസ്റ്റ്യൻ ആണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to IS 456, a pedestal is a compression member whose effective length does not exceed 2 times the lateral dimension, effective length does not exceed 3 times its lateral dimension, effective length does not exceed 4 times its least lateral dimension, and effective length does not exceed 5 times its least lateral dimension. As per IS 456, a pedestal is a compression member whose lateral dimension exceed ചെയ്യുന്നതിന്റെ ഇതാണ് ക്രൈറ്റീരിയാസ്. സോ ഇതിന്റെ ആൻസർ അറിയാന്നുള്ള ഒരു ടെക്സ്റ്റ് ഇടുക. So the answer is effective length does not exceed 3 times the least lateral dimension for a pedestal. Pedestal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ the L effective by the least lateral dimension ratio, അതായത് L by D എന്നോ അങ്ങനെ എഴുതാം, less than 3 ആയിരിക്കും. ഓക്കെ, സോ ലെസ് ദാൻ 3 ആയിരിക്കും ഫോർ എ പെഡസ്റ്റൽ. പെഡസ്റ്റലിന്റെ പ്രത്യേകത അറിയാലോ. പെഡസ്റ്റൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നോർമൽ ആയിട്ട് ഒരു ഫൂട്ടിങ് കൊടുത്തു എന്ന് വെച്ചോ. ഞാനൊരു ഫൂട്ടിങ് ഇവിടെ ഇടുന്നുണ്ട്. ഈ ഫൂട്ടിങ് ഫോർ എ സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, മോസ്റ്റ്ലി സ്റ്റീൽ സ്ട്രക്ചേഴ്സിനാണ് ഇത് റിക്വയർഡ് ആവുക, ഈ പെഡസ്റ്റൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു സ്റ്റീൽ സ്ട്രക്ചർ ഇവിടെ വരയ്ക്കുകയാണ്. ഇതൊരു ഐ സെക്ഷൻ ആണെന്ന് വെച്ചോ. ഇതൊരു ഐ സെക്ഷൻ ആണ്. ഈ ഐ സെക്ഷന് ഞാനൊരു ഫൂട്ടിങ് ഇടണം. അപ്പോൾ ഫൂട്ടിങ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഫൂട്ടിങ് ഇവിടെ ഇട്ടു. ഇപ്പം ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു RCC കോളം ഞാൻ കൊടുക്കും. ചിലപ്പോൾ ഈ RCC കോളം വന്നിട്ട് ഒരു 1 മീറ്ററോ 1.5 മീറ്ററൊക്കെ ഹൈറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് കോളത്തിനെയാണ് നമ്മൾ പെഡസ്റ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. How is the depth of footing for an isolated column governed? How is the depth of the footing for an isolated column governed? Isolated footing ന്റെ depth govern ചെയ്യുന്ന factors ഏതൊക്കെയാണെന്നാണ് ഞാൻ ക്ലാസ്സിന്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു തന്നതാണിത്. ഡെപ്ത് ഓഫ് ദ ഫൂട്ടിംഗ് ഗവേൺ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ബെൻഡിങ് മൊമെന്റ്, ഷിയർ ഫോഴ്സ്, പഞ്ചിങ് ഷിയർ. ബെൻഡിങ് മൊമെന്റ്, ഷിയർ ഫോഴ്സ്, പഞ്ചിങ് ഷിയർ. ഓക്കെ, ആൻസർ അറിയാന്നുള്ളവർ ഇട്ടോളൂ. ബെൻഡിങ് മൊമെന്റ്, ഷിയർ ഫോഴ്സും പഞ്ചിങ് ഷിയർ. So the answer is all of these. Maximum bending momentum isolated കോളത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇതൊക്കെ. ബെൻഡിങ് മൊമെന്റ്, ഷിയർ ഫോഴ്സ് എന്തായാലും ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. പഞ്ചിങ് ഷിയർ ആണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുള്ളൂ. പഞ്ചിങ് ഷിയർ എവിടെയാണ് വരുന്നത്? 2-way ഷിയറിന്റെ കേസിൽ. 2-way ഷിയറിന്റെ മറ്റൊരു പേര്, 2-way ഷിയറിന്റെ മറ്റു രീതിയിൽ പറയുന്നതാണ് പഞ്ചിങ് ഷിയർ എന്ന് തന്നെ. ഓക്കെ, സോ നെക്സ്റ്റ്. Footing is used in load-bearing masonry constructions. Footing used in load-bearing masonry construction. Isolated, strap, strip, pile, mat. ഇതിലേതാണ്? Footing used in load-bearing masonry construction. Masonry constructionൽ പൊതുവെ നമ്മൾ കൊടുക്കുന്ന footing ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Isolated, strap, strip, pile, mat. ആൻസർ അറിയാന്നുള്ളവർ ഇട്ടോളൂ. Footing used in load-bearing masonry constructions. The answer is strip footing. ഓക്കെ, സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ്. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്താ നിങ്ങൾക്ക് അറിയാലോ. ഒരു കോളത്തിന് തനിയെ നമ്മൾ ഫൂട്ടിംഗ് കൊടുക്കുന്നതാണ് നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയും. സ്ട്രാപ്പ് ഫൂട്ടിംഗ് എപ്പോഴാണ് കൊടുക്കുന്നത്? ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ് ആണ്. എങ്ങനെയാണ്? ചില സമയത്ത് നമ്മൾ എക്സെൻട്രിക് ആയിട്ട് കോളം പ്ലേസ് ചെയ്യും. ഓക്കെ, കോളത്തിനെ എക്സെൻട്രിക് ആയിട്ട് പ്ലേസ് ചെയ്യുമ്പം മറ്റൊരു കോളവുമായിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്യും. ആ കണക്ട് ചെയ്യുന്ന ഇതിനെ പറയുന്ന പേരാണ് സ്ട്രാപ്പ് ബീംസ് എന്നുള്ളത്. ഓക്കെ, ഇനി സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നതാണ് യൂഷ്വലി നമ്മൾ കൊടുക്കുന്നത് ഫോർ എ മേസൺറി കൺസ്ട്രക്ഷൻ. നമ്മൾ നോർമലായിട്ട് തറ കിട്ടുന്നില്ലേ, അതാണ് ഈ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. പൈലും മാറ്റും നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വന്നിട്ട്
According to IS 456 1978, ഇപ്പോൾ 1978 അല്ല 2000 ആണ്, 2002 വന്നു. Okay, the thickness of reinforced concrete footing on piles at its edges is kept less than. For piles ആണ്, നോട്ട് ചെയ്യണം കേട്ടോ, പൈൽ എന്നുള്ള വാക്ക് നോട്ട് ചെയ്യണം. At its edges is kept less than. പൈൽസിന്റെ എഡ്ജസിൽ എത്ര ആണ് അതിന്റെ വാല്യൂ കിട്ടുന്നത്, ഓക്കെ, വാല്യൂ കൊടുക്കേണ്ടതെന്നാണ്. പൈലിന്റെ മുകളിൽ നമ്മളൊരു റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിന്റെ ഒരു സ്ലാബ് കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. ആ സ്ലാബിന്റെ എഡ്ജിലുള്ള തിക്നെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്ലാബ് എങ്ങനെ വേണമെങ്കിലും കൺസ്ട്രക്ട് ചെയ്യാം. മേ ബി റെക്ടാംഗുലർ ആയിരിക്കാം, ചിലപ്പോൾ ട്രെപ്പിസോയിഡൽ ആയിരിക്കാം. അതുകൊണ്ടാണ് സ്പെസിഫൈ ചെയ്ത് തിക്നെസ് ഓഫ് ദി എഡ്ജസ് എന്ന് കൊടുത്തിരിക്കുന്നത്. ആൻസർ അറിയാന്നുള്ളവർ ഇട്ടോളൂ. So the answer is 30 centimeters. ഇനി നമ്മളുടെ ഇതിന്റെ ക്രൈറ്റീരിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്നെസ് of RCC footing at edges for piles ആണെന്നുണ്ടെങ്കിൽ നോട്ട് ലെസ് ദാൻ 30 centimeters. ഇനി ഫോർ നോർമൽ ആയിട്ടുള്ള സോയിൽസ് അല്ലെങ്കിൽ ഓർ ഷാലോ ഫൗണ്ടേഷൻ തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഓർ നോർമൽ സോയിൽസ് എന്നാണ് കൊടുത്തിരിക്കുന്ന കോഡിൽ, നമുക്ക് ഷാലോ എന്ന് വേണമെങ്കിൽ പറയാം. ഓർ സോയിൽസിൽ പൊതുവെ നമ്മൾ കൊടുക്കുന്ന ഷാലോയ്ക്കാണ്. ഫോർ ഷാലോ ഫൗണ്ടേഷൻ ആണെങ്കിൽ നോട്ട് ലെസ് ദാൻ 15 centimeters. ഓക്കെ, സോ നമ്മൾ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ ട്രെപ്പിസോയിഡൽ ഫൂട്ടിംഗ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ നമ്മൾ കൊടുക്കുമല്ലോ ഒരു ഫസ്റ്റ് കൊടുക്കുന്നത്, ഈ വാല്യൂ 15 സെന്റിമീറ്ററിൽ കുറയ്ക്കരുതെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, നോട്ട് ലെസ് ദാൻ. കിട്ടിയോ? അതുപോലെ തന്നെ നമുക്ക് പൈൽസ് ഇടുവാണെങ്കിലും ഈ പൈൽസിന്റെ മുകളിൽ നമ്മളൊരു സ്ലാബ് കൊടുക്കും. പൈൽ ഡയറക്റ്റ് ആയിട്ട് കോളം കണക്ട് ചെയ്യുമല്ലോ, അതിന്റെ മുകളിൽ നമുക്ക് സ്ലാബ് കൊടുക്കും. ഓക്കെ, ആ സ്ലാബ് നമുക്ക് ട്രെപ്പിസോയിഡൽ ആവാം, റെക്ടാംഗുലർ ആവാം. ഇത് നമ്മൾ നോട്ട് ലെസ് ദാൻ 30 centimeters എന്നാണ് പറയുന്നത്. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഫോർ എ RC footing, അതായത് reinforced concrete footing, the ratio of its long side to short side is 1.5. The ratio of reinforcement to be provided in the central band width to the total reinforcement in short direction shall be. For RC footing, of ratio of its long side to short side is 1.5. The ratio of reinforcement to be provided in the central band width to total reinforcement in short direction shall be. So the answer is 0.8 ആണ്. ഇതെങ്ങനെ കിട്ടിയെന്നുള്ളത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, for a reinforcement in central bandwidth by total reinforcement. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒരു ഫോർമുല മാത്രമേ ഉള്ളൂ ഇതിന്. ഇൻ ഷോർട്ട് ഡയറക്ഷൻ is equal to 2 by beta plus 1, where beta is equal to ratio of long side by short side. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് ദ റേഷ്യോ ഓഫ് ലോങ് സൈഡ് ബൈ ഷോർട്ട് സൈഡ് എന്നുള്ളത് 1.5 ആണെന്ന്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വന്നിട്ട് 2 divided by ബീറ്റ എന്നുള്ളത് 1.5 plus 1. So 2 divided by 1.5 plus 1 എന്നുള്ളത് താഴെയാണ് കേട്ടോ.
plus 1, that is 2 divided by 2.5. So you'll be getting 0.8 as answer. Kittiya? Okay. Next question. The least horizontal dimension of plain concrete pier should not be less than dash of its height. The least horizontal dimension of plain concrete pier should not be less than dash of its height. 1 by 2, 1 by 8, 1.8, 1 by 12, 1 by 16. The least horizontal dimension of plain concrete pier should not be less than dash of its height. Answer അറിയാന്നുള്ളവർ ഇട്ടോളൂ. 1 by 12, 1.8, 1 by 12, 1 by 16. Okay, see, ഞാൻ പറഞ്ഞു തരാം എന്താണ്. The plain concrete പിയറിന് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് വന്നിട്ട് the height of the pier shall not exceed 6 times the lateral dimension. Okay, so ഇനി അതായത് height should not exceed 6 times the least lateral dimension. ഇത് പിയറിന്റെ കഥയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. For a pier. Okay, അതുപോലെ തന്നെ when height exceeds 6 times the least lateral dimension, the buckling effect shall be taken into account. Obviously, longer column ആയി കഴിയുമ്പോൾ buckling ഉണ്ടാവും. Okay, so the buckling effect shall be taken into account. When the height exceeds 6 times the least lateral dimension, the buckling effect consider ചെയ്യും. But in no case shall the height exceed 12 times the least lateral dimension. It should not be greater than 12 times least lateral dimension. Okay, 16 d നെങ്കാട്ടും കുറയാനും പാടില്ല, 12 d നെങ്കാട്ടും കൂടാനും പാടില്ല. The minimum horizontal dimension of the pier shall be 2 feet and should not be less than 1 by 12 times its height. Okay, so the height in the minimum horizontal dimension. Okay, the horizontal dimension okay shall not be less than 1 by 12 times the h, 1 by 12 times the height. Okay, അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്ന question, the least horizontal dimension of a plain concrete pier shall not be less than 1 by 12 times the height. കിട്ടിയോ? Okay, നമ്മൾ ഇന്ന് column and footing, someone has texted. See, actually, okay, I don't know what he have meant. Okay, so this is the answers. അപ്പം നമ്മൾ കോളം ഫൂട്ടിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആപ്പ് ലൈവിൽ നമ്മൾ ബീമും അങ്ങനെയുള്ള പോർഷൻസ് ആയിരിക്കും കവർ ചെയ്യാൻ പോകുന്നത്. സോ പ്ലീസ് ബി അവൈലബിൾ, ഓക്കെ, ഫോർ ദോസ് സെക്ഷൻസ്. താങ്ക് യു.